ഹലോ. അപ്പോൾ നമ്മുടെ കുഞ്ഞാറ്റയുടെ ഓണം സെലിബ്രേഷൻ വരുന്നത് ഇന്നാണ് കേട്ടോ. മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഇപ്പോൾ വെയർ ചെയ്യുന്ന ബ്ലൗസിൻ്റെ മെറ്റീരിയൽ എടുക്കാൻ പോയിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് നമ്മൾ എടുത്തത് ഈ മെറ്റീരിയൽ ആയിരുന്നു. അത് നമ്മുടെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ലേഡി സ്റ്റോർ ഉണ്ട് കേട്ടോ. അവിടെ തന്നെ ചേച്ചി സ്റ്റിച്ചും ചെയ്യുന്നുണ്ട്. ഭംഗിയായിട്ട് തന്നെ ചേച്ചി കുഞ്ഞാറ്റയ്ക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് സെറ്റ് മുണ്ടായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത്രയും ദിവസം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സെറ്റ് മുണ്ടിൻ്റെ കാര്യം അത്രക്കങ്ങ് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തലേ ദിവസം ആണ് വീട്ടിൽ പോയിട്ട് അമ്മയുടെ ഒരു കേരള സാരി എടുത്തിട്ട് അത് കട്ട് ചെയ്ത് കുഞ്ഞാറ്റയുടെ അളവിൽ സെറ്റ് മുണ്ട് അമ്മ തയ്ച്ച് തന്നതാണ് കേട്ടോ ഇപ്പോൾ ഈ ഉടുപ്പിക്കുന്നത് അവളെ. അപ്പോൾ അതിന് മുന്നേ ഞാനൊന്ന് കടയിൽ കയറി കുഞ്ഞാറ്റയ്ക്ക് അണ്ടർസ്കേർട്ട് നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അണ്ടർസ്കേർട്ട് പിള്ളേരുടെ ഭാഗത്തിനുള്ള അണ്ടർസ്കേർട്ട് ഇല്ലാഞ്ഞു കൊണ്ടിട്ട് അവസാനം ഞാൻ മെറ്റീരിയൽ എടുത്ത് അമ്മനെ കൊണ്ട് തന്നെ അണ്ടർസ്കേർട്ടും തയ്പ്പിച്ചതാണ് കേട്ടോ. കുഞ്ഞാറ്റയുടെ അളവിൽ തന്നെ നമ്മൾ സെറ്റ് മുണ്ടെല്ലാം കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തത് കൊണ്ടിട്ട് എനിക്ക് ഉടുപ്പിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ലപോലെ അവൾ ഉടുപ്പിച്ചെടുക്കാനായിട്ട് എനിക്ക് പെട്ടെന്ന് തന്നെ പറ്റുകയും ചെയ്ത്. നോർമലി നമ്മൾ ഉടുക്കുന്നത് പോലെ അല്ല കേട്ടോ, കുറച്ചൊന്ന് മേളിലേക്ക് കയറ്റി വെച്ച് വേണം ഉടുപ്പിക്കാനെന്ന് ഓൾറെഡി ടീച്ചേഴ്സ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഇത്തിരിക്കുള്ള പിള്ളേർക്കൊക്കെ നമ്മൾ സെറ്റ് മുണ്ടെല്ലാം കാശ് കൊടുത്ത് വാങ്ങിച്ച് പിന്നീട് അത് യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ എനിക്കതുകൊണ്ട് പൈസ കൊടുത്ത് സെറ്റ് മുണ്ട് അവൾക്ക് വാങ്ങിക്കണമെന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഓൾറെഡി അമ്മനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ എനിക്കൊരു സെറ്റ് മുണ്ടുണ്ട്, സെറ്റ് സാരി ഉണ്ടെങ്കിൽ മാറ്റി വെച്ചേക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഒരു സെറ്റ് സാരി എടുത്ത് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വീട്ടിലേക്ക് പോകാനായിട്ടുള്ളൊരു നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നേരം നോക്കി നിന്ന് അവസാനം തലേ ദിവസം എത്തി. അപ്പോൾ ഇന്നെന്തായാലും മേടിക്കാതിരിക്കാൻ പറ്റൂലല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ വർക്ക് കഴിഞ്ഞ് അന്ന് തന്നെ വൈകുന്നേരം വീട്ടിലേക്ക് പോയി സെറ്റ് മുണ്ടെല്ലാം സെറ്റ് ചെയ്ത് വാങ്ങിക്കാനുള്ള ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ കുഞ്ഞാറ്റയുടെ അടുത്തൊരു വീഡിയോ നമ്മൾ ഇടുന്നുണ്ട്, അത് മേക്കപ്പിൻ്റെ ഓർണമെൻറ്റ്സ് ഒക്കെ ഇടുന്നതാണ്. പക്ഷേ ഓർണമെൻറ്റ്സ് അതും നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങിയതല്ല. എനിക്കറിയാവുന്ന ഒരു ചേച്ചി ഓൾറെഡി ആ ചേച്ചിയുടെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേനും നമ്മൾ ചോദിച്ചപ്പോഴത്തേനും പുള്ളിക്കാരി തരാൻ റെഡിയായിരുന്നു. അത് വേറെ ആരുമല്ല, എൻ്റെ ലിയോമോൻ്റെ അംഗനവാടിയിലെ ആയിട്ടുള്ള പ്രിയ ചേച്ചിയായിരുന്നു. അപ്പോൾ ചേച്ചി എനിക്ക് നീ എടുത്തോ, എന്താവശ്യം ഉണ്ടെങ്കിലും ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് തന്നതാണ്. അപ്പോൾ കുഞ്ഞാറ്റ റെഡി ആയിട്ടുണ്ട്. എല്ലാവരുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഓക്കെ, ബൈ.